ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫാമിലി മാംഗോസിനെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് മഴയൊക്കെ കുറച്ച് കുറവുണ്ട്, അപ്പം തോട്ടത്തിലോട്ട് ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ ഫാമിലി ഒരു മാംഗോസിന്റെ മരമാണ്. ഇപ്രാവശ്യം നല്ല കായ്കളുണ്ട് കേട്ടോ. ഇതാവാ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല കായ്കളാണ് ഈ വർഷം ഉള്ളത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പഴുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. പിന്നെ കുരങ്ങൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ പച്ചയൊക്കെ പറിച്ചിടും. കുരങ്ങിന് ശല്യം കുറച്ചായിട്ട് കുറവുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനും പിന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല ഇപ്രാവശ്യം ഈ മരത്തിൽ കഴിഞ്ഞ വർഷത്താനും കൂടുതൽ കായ്കളുണ്ട് കേട്ടോ. ഞാൻ പറയില്ലേ, മഴ കാരണം ഇപ്രാവശ്യം ഫ്രൂട്ട്സുകളൊക്കെ നല്ല ഉണ്ട്. അതുകൊണ്ട് തന്നെ മാംഗോസ്റ്റിന് നല്ല രീതിയിലുണ്ട്. അത്യാവശ്യം നല്ല വലിയ മാംഗോസ്റ്റിന് കേട്ടതാ. താഴ്ഭാഗത്തൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഈ കമ്പിലൊക്കെ ഉണ്ടോ, ഇതൊക്കെ നല്ല വലുതായത്. ഇതൊക്കെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ പഴുത്തു തുടങ്ങും കേട്ടോ. ഒറ്റൊന്നും ഇതിലൊന്നും പഴുത്തത് കാണില്ല, ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും വേണ്ട, ഈ വർഷം നല്ല മാംഗോസ്റ്റിനുണ്ട്. മാംഗോസ്റ്റിൻ്റെ റംബുട്ടാനുണ്ട്. റംബുട്ടാൻ നല്ല കൊഴിഞ്ഞിട്ടുണ്ട്. റംബുട്ടാൻ്റെ വീഡിയോ ഒന്ന് വേറെ നമ്മൾ ചെയ്യുന്നുണ്ട്, റംബുട്ടാൻ കൊഴിഞ്ഞതിനൊക്കെ പറ്റിയിട്ടുള്ളത്. അപ്പം ഇതാ നല്ല മാംഗോസ്റ്റ് ഉണ്ട്. ഇതൊരു മരമാണ്. ഇത് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു മരം ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ വർഷം മോൾ ഭാഗമൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നു വേനലിൽ, ഈ പൂക്കുന്നതിനൊക്കെ മുന്നേ. ഒരു പ്രാവശ്യം പിന്നെ നേരത്തെ തന്നെ കായ്കൾ ഉണ്ടായതാണ് ഈ വലുത്. 2 തവണയായിട്ടാണ് പിടിച്ചിട്ടുള്ളത്. രണ്ടാമത് ഉണ്ടായതൊക്കെ ഈ ചെറുത് വരുന്നത് കേട്ടോ. ഒരു മെയ് മാസത്തിലൊക്കെ ആയതാണിത്. ആദ്യം ഏപ്രിലോട് കൂടി ആയതൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഏപ്രിൽ ലാസ്റ്റോട് കൂടി മെയിലായിട്ടാണ് പൂ വിരിഞ്ഞതൊക്കെ പിടിച്ചു കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ അത്യാവശ്യം കൊലമായിട്ടുണ്ട്. ഇതൊക്കെ 2 വട്ടം ഉണ്ടായതാണ്. ഇത് ആദ്യം ഉണ്ടായത്, ഇത് രണ്ടാമത് ഉണ്ടായതാണ്. പക്ഷെ രണ്ടാമത് അതിന് മുന്നേ തന്നെ ഉണ്ടായത് കുറച്ച് വലുതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിനിപ്പോൾ യൂറിയും പൊട്ടാഷ്യം ഒക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ല കായ്ക്കൊക്കെ വണ്ണം വെക്കാനായിട്ട് നമ്മൾ കാപ്പിക്ക് വളമിട്ട സമയത്ത് യൂറിയും പൊട്ടാഷ്യം ഒക്കെ ഇട്ട് ആ വളം പിടിച്ചുകൊണ്ട് കായ്കളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വലുതായിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒരു പടർന്ന മരമാണ്. എന്നാലും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. മോൾ ഭാഗത്ത് അങ്ങനെ അധികം നീട്ടിയിട്ടില്ല, ഏറ്റവും മുകളിൽ പ്രൂൺ ചെയ്ത് നിർത്തിയാണ് കേട്ടോ. പിന്നെ ഇതിലുള്ള ഉണക്ക കമ്പുകളൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ക്ലിയർ ആക്കിയിരുന്നു നമ്മൾ വേനലിൽ. കാപ്പി കവാത്തെടുക്കുന്ന സമയത്ത് തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒന്ന് ചെറുതായി പ്രൂൺ ചെയ്ത് കൊടുക്കും. ഇനി തൊട്ടടുത്ത് മറ്റൊരു മരം കാണിച്ചു തരാം. ഇത് കുറച്ചുകൂടെ ഒരു ചെറിയ മരം. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ഉണക്ക് വന്നിട്ട് ഇവിടെയൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിരുന്നു കേട്ടോ. ഈ മരത്തിന് ഒരു കേട് പോലെ വന്നിട്ട്, അതുകൊണ്ട് തന്നെ കായും കുറവാണ്. ഇതിലിപ്പോൾ ഒരു കായ ഇവിടെ ഉണ്ട്, എന്നാലും അത്രയ്ക്കൊന്നും കായില്ല. 1-2 കായ്കളേ ഉള്ളൂ. ഇത് അവിടെ താഴ്ഭാഗത്ത് തന്നെ ഇപ്രാവശ്യം കായൽ ഇതാണ്ടോ, സൂപ്പർ കായ്. ഉള്ളത് നല്ല വലിപ്പമുള്ള കായാണ്, പക്ഷേ കായ കുറവാണ്. കഴിഞ്ഞ വർഷം ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുത് പിടിച്ചിട്ട് ഈ മരത്തിന് ഞാൻ പറഞ്ഞില്ലേ, കേട് വന്നിട്ട് നമ്മൾ ഉണക്കക്കമ്പുകളൊക്കെ അടിഭാഗത്തു നിന്നൊക്കെ ഇതുപോലെ വെട്ടി ഒഴിവാക്കിയതാണ്. പിന്നെ മോൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണക്കിയായിട്ട് ഇങ്ങനെ മരത്തിലോട്ട് ഉണക്ക കയറേണ്ട വെച്ചിട്ട് വെട്ടി ഒഴിവാക്കിയതാണ്. എന്താണെന്നറിയില്ല, ചില മരത്തിനൊക്കെ കേട് വരും. ഫ്രൂട്ട്സിനൊക്കെ പൊതുവേ ഈ പുഴുവിൻ്റെ ശല്യമൊക്കെ ഇങ്ങനെ ഇതുപോലെയുള്ള തടിഭാഗത്ത് തുറന്നിട്ട് പുഴു കയറുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഇതൊന്നും കണ്ടിട്ടില്ല, പക്ഷെ കമ്പ് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നല്ല കായുള്ള വേറെ നമ്മുടെ ഫാമിനോട് ചേർന്ന് 2 മരങ്ങൾ. നമ്മുടെ തോട്ടത്തിലാണ് ഈ 2 മരങ്ങളുള്ളത്, കുറച്ച് ഉൾഭാഗത്താണ്. അതാണ് കുരങ്ങ് വന്നൊക്കെ നോക്കാൻ വന്നത്. ഇനി നമ്മുടെ ഫാമിനോട് ചേർന്ന് 2 മരമുണ്ട്. ആ മരത്തിലും നല്ല ഉണ്ടാവും, കാണിച്ചു തരാം. ഈ മാംഗോസ്റ്റിന്റെ മരം നമ്മുടെ ഫാമിനോട് ചേർന്ന് നിൽക്കുന്ന കേട്ടോ. നമ്മുടെ ഫാമിലേക്ക് വരുന്ന വഴിയിൽ തന്നെയാണ് ഈ മരം നട്ടിട്ടുള്ളത്, വഴിയുടെ ഒരു സൈഡ് ഭാഗത്തായിട്ട് തന്നെ. അപ്പോൾ ഇതിനടുത്ത് നമുക്കൊരു സപ്പോട്ടയുടെ മരമുണ്ട്. 2 മരം അടുത്തടുത്താണ്. ഇതിപ്പോൾ കായ്ക്കൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം കുറച്ച് കായ്ച്ചു, നട്ടിട്ട് ഇപ്പോൾ ഇത് 8ാമത്തെ വർഷമാണ്. 7 വർഷമായപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 8-10 കായ്കൾ ഉണ്ടായിരുന്നു. നല്ല കായ്കളായിരുന്നു, നല്ല അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇതിൽ കായ്കൾ കൂടി വരും. മരം കായ്ക്കൽ തുടങ്ങുന്നതനുസരിച്ച് പിന്നെ അങ്ങോട്ട് നല്ല, ഇപ്പം ആദ്യം കാണിച്ച നമ്മൾ തോട്ടത്തിനുള്ളിലെ മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല കായ്കളായത് ആദ്യമൊക്കെ തുടക്കത്തിൽ കുറച്ച് കായ്ച്ച് പിന്നെ അങ്ങനെ കൂടി വന്നാണ്. ഇതിലും അത്യാവശ്യം നല്ല കായ്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ആയി കിട്ടാൻ നമുക്ക് എന്തായാലും ഒരു അടുത്ത മാസം പകുതിയോട് കൂടെ, ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമൊക്കെ ഏകദേശം ആദ്യം ആയതൊക്കെ ഇങ്ങനെ പഴുത്തു തുടങ്ങും. ജൂലൈ മാസമാണ് ഏകദേശം നല്ല ആയി കിട്ടുക. ജൂലൈ ലാസ്റ്റോട് കൂടെ നമുക്ക് എല്ലാ മാംഗോസിനൊക്കെ വിളവെടുക്കാം. ഇത്രയും വിശേഷങ്ങളുള്ള മാംഗോസ്റ്റിന്റെ. അപ്പം എന്താ പറഞ്ഞില്ലേ, മാംഗോസ്റ്റിനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം നല്ല കായ്കളുണ്ട്. ഇതൊക്കെ പറിക്കുന്ന സമയത്ത് നല്ല രസമാണ്, ഭംഗിയാണ് ഇത് കാണാനൊക്കെ. നല്ല ബ്രൗൺ നിറത്തിലാകുമ്പോൾ നമ്മൾ പറിക്കുന്നതൊക്കെ. അതൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്.